ഹായ് ഫ്രണ്ട്സ്, ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിനിതയാണ്. ഞാനൊരു ക്യാരറ്റ് പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ. നമുക്കതൊന്ന് കാണാം. കുറച്ച് ക്യാരറ്റ് തോല് കളഞ്ഞിങ്ങനെ കഷ്ണങ്ങളായിട്ട് ഞാൻ നുറുക്കി അതിൻ്റെ മുകളിൽ വെള്ളം വരുന്ന പോലെ വെച്ചിട്ടുണ്ട്. ഇത് കുക്കറിൽ നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ്. ചെറുതായിട്ട് നമ്മളിങ്ങനെ അരിയൂലേ, അങ്ങനെ കുറച്ചിങ്ങനെ അരിഞ്ഞെടുത്തതാണ് കേട്ടോ. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതൊരു 350 ഗ്രാം ശർക്കര. ഇതൊരു 250 ഉണ്ടാവും. നമ്മുടെ 250 അല്ലെങ്കിൽ ഒരു 300 കാണും ക്യാരറ്റ് കേട്ടോ. ഇതൊരു 350 ഗ്രാം ശർക്കരയുണ്ട്. അത് ഞാൻ ഉരുക്കി എടുത്തിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എടുക്കേണ്ടി വരും. ഈ പാത്രത്തിലൊരു 3 പാത്രം ചവ്വരി. പിന്നെ ചവ്വരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇവിടെ സാബൂനരിയോ അങ്ങനെ എന്തോ പറയുന്നതെന്ന് തോന്നുന്നു. ഈ പാത്രത്തിനൊരു 3 പാത്രം, അത് വേറൊരു കുക്കറിൽ ഞാൻ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് വെള്ളം വേണം, അത് അടി പിടിച്ച് പോകരുത്. അപ്പോൾ അതും വേവിക്കാൻ വെച്ചിരിക്കുക. ഇതെല്ലാം ഞാനൊന്ന് അടുപ്പത്ത് വെച്ച് ഉരുക്കിയൊക്കെ റെഡിയാക്കി വന്നിട്ട് നമുക്ക് ക്യാരറ്റ് പായസം വെക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അടുപ്പത്ത് വെച്ച് റെഡിയാക്കണം. ഇത് ഉരുക്കണം, ഇത് രണ്ടും വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ 3 സാധനവും അടുപ്പത്തായിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ്, ചവ്വരി, ശർക്കര. ഇത് ഉരുക്കിയായിട്ട് ഇനി അടുത്തത് കാണിക്കാം. നമ്മൾ പിന്നെ ഗ്യാസ് കത്തിച്ചിട്ട് ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നെയ്യ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്ക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയണില്ല. നല്ല മൂത്ത് കിടക്കുകയാണ്. ഇങ്ങനെ അതിലേക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടേ ഇടുന്നുണ്ട്. നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ നെയ്ക്കകത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ പൂവമ്പഴം കൂടെ ചേർത്തിട്ടാട്ടോ ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതൊന്നിങ്ങനെ ആവട്ടെ, മൂത്തോട്ടെ. നേരത്തെ ഞാനത് അരിഞ്ഞെടുക്കാം. ഉരുളി നല്ല ചൂടായി കിടക്കുന്നതുകൊണ്ടേ ഞാനത് സിമ്മിലിട്ടേക്കുകയാണ്. പണ്ടത്തെ സ്റ്റൗവാണ്. എൻ്റെ അമ്മയും ചേച്ചിയൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ അവർക്ക് ഫുഡ് ഉണ്ടാക്കുകയാണെന്ന് മന്തി വെച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പം പായസം ഞാൻ വേറൊരു ദിവസം ഒരു വീഡിയോ ആയിട്ടേ ഇടുള്ളൂ. ഇതിൻ്റെ കൂടെ ഞാൻ ഇടില്ല. ഇപ്പം എന്തായാലും ഇതൊന്നിങ്ങനെ മൂക്കട്ടെ. ഇതിലേക്ക് ഞാനൊരു 4 പൂവമ്പഴം ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത്തിരി കൂടെ പഴുത്തത് കിട്ടണമായിരുന്നു. എനിക്ക് അത്ര പഴുത്തത് കിട്ടിയില്ല. ഇതിലേക്ക് അന്വേഷിച്ചപ്പോൾ പഴുപ്പ് കുറഞ്ഞതാണ് കിട്ടിയത്. അപ്പം അതുകൂടെ നമ്മളിങ്ങനെ അതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ആ നെയ്യിൽ കുറച്ച് നെയ്യും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറഞ്ഞ നെയ്യിലാണ് ആദ്യം വറുത്തെടുക്കണേ. അപ്പോൾ പോരാൻ തോന്നിയപ്പോൾ ഞാൻ ഇത്തിരി കൂടെ ഒഴിച്ചതാണ്. നെയ്ക്കൊന്നും അങ്ങനെ അളവൊന്നുമില്ല, എത്ര വേണേലും ഒഴിക്കാം. നമ്മൾ ചവ്വരി വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് നമ്മളിതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മളത് വേവിച്ചിട്ട് അരച്ചെടുത്ത ക്യാരറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വേവിച്ചിട്ട് അരച്ചതാണ്. കുക്കറിൽ ഞാൻ വെക്കുന്ന നിങ്ങളെ കാണിച്ചു തന്നല്ലോ. ഇത് നമ്മൾ മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ട് നമ്മൾ അരച്ചെടുത്തതാണ്. കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. മധുരമൊക്കെ എല്ലാവരുടെ പാകം നോക്കിയൊക്കെ ഒഴിക്കണം. കുറവ് മതിയുള്ളവർ അങ്ങനെയൊക്കെ ഒഴിച്ചാൽ മതി. ശർക്കരപ്പാനി ഒഴിച്ചു. ഇനി നമ്മൾ 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാ സാധനം വെന്തിരിക്കുന്ന സാധനം ആയതുകൊണ്ട് ക്യാരറ്റ് നമ്മൾ വേവിച്ചിട്ട് ഉടച്ച സാധനമാണ്. ചവ്വരി വേവിച്ചതാണ്. നമ്മൾ ഈ 2ാം പാലൂടെ ഇതിലേക്ക്
ചേർത്ത് മിക്സ് ചെയ്യണം കേട്ടോ. ഈ ക്യാരറ്റിൻ്റെ ഒരു പിന്നെ മണവും രുചിയുണ്ട്. അപ്പോൾ ഞാൻ ഏലക്കയും പിന്നെ ജീരകവും കൂടെ വറുത്ത് പൊടിച്ചത് കുറച്ച് നേരത്തെ ചേർത്ത് കൊടുക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ കുറച്ചുകൂടി ഇടും. പക്ഷെ ഇപ്പം നമ്മൾ ഈ പാലൊഴിച്ചതിൻ്റെ കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പായസം അവസാന ഘട്ടത്തിലായിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ അമ്മയാണ് ഇരുന്ന് ഇളക്കണത്. അമ്മയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അമ്മയാണ് ഇപ്പോൾ അത് കൈകാര്യം ചെയ്യണത്. ലാസ്റ്റ് നമ്മൾ ഒന്നാം പാലിലേക്ക് കുറച്ച് ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചതും കൂടെ മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നാം പാൽ ഒഴിച്ചിട്ട് തിളയ്ക്കണം എന്നില്ല. അപ്പം എന്താ ഒന്നാം പാൽ ഇനി നമ്മളതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ വറുത്ത് വെച്ചത് ഇപ്പം പകുതി മുക്കാലും ഇവിടുത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തക്കാരുടെ കയ്യിൽ പെട്ട് പോയിട്ടുണ്ട്. ബാക്കിയേ ഉള്ളൂ. ഓക്കെ, എങ്ങനെയുണ്ട്? അടിപൊളി പായസമായിരുന്നു. അപ്പം നമ്മുടെ ചാനലൊക്കെ എല്ലാവരും കാണുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.